നമസ്കാരം, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ലക്ഷക്കണക്കിന് ആളുകൾ സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷനെ ആശ്രയിച്ചാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ പുറത്തിറക്കുന്ന ഓരോ അറിയിപ്പും ഓരോ മാനദണ്ഡവും ഓരോ പരിശോധനയും ഗുണഭോക്താക്കളെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഈ വീഡിയോയിൽ നമ്മൾ വളരെ വിശദമായി സംസാരിക്കാൻ പോകുന്നത് രണ്ട് പ്രധാന വിഷയങ്ങളാണ്. ഒന്നാമതായി ജൂലൈ മാസത്തിൽ പുറത്തു വന്ന ക്ഷേമ പെൻഷൻ സംബന്ധിച്ച പ്രധാന അപ്ഡേറ്റുകൾ. രണ്ടാമതായി ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യ പെൻഷൻ അനുവദിക്കുന്നതിനുള്ള എല്ലാ മാനദണ്ഡങ്ങളും ഓരോന്നായി പരിശോധിക്കുന്നതാണ്. അതുപോലെ വിധവാ പെൻഷനുമായി സംബന്ധിച്ച മാനദണ്ഡങ്ങൾ. അതിനാൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. കാരണം പലരും അറിയാതെ പോകുന്ന ചെറിയ പിഴവുകൾ പോലും പിന്നീട് പെൻഷൻ തടയപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാവാറുണ്ട്. ആദ്യം എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യത്തിലേക്ക് വരാം. 2000 രൂപ പെൻഷൻ 3000 രൂപയാകുമോ എന്നുള്ളത്. ഇത് സംബന്ധിച്ച് നിരവധി വാർത്തകളും ചർച്ചകളും കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു. സർക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വർദ്ധിപ്പിക്കാനുള്ള ഉദ്ദേശം വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും അതിപ്പോൾ മുതൽ നടപ്പാകുമെന്ന കാര്യം ഔദ്യോഗിക ഉത്തരവ് വരുന്നതുവരെ ഇപ്പോഴും കാത്തിരിക്കേണ്ട സാഹചര്യമാണ് ഉള്ളത്. അതിനാൽ നിലവിൽ ലഭിക്കുന്ന 2000 രൂപ തന്നെയാണ് നമ്മൾക്ക് ജൂലൈ മാസത്തിൽ ലഭിക്കുക. ഔദ്യോഗിക സർക്കാർ ഉത്തരവ് വന്ന ശേഷം മാത്രമേ പുതിയ തുക വിതരണം ആരംഭിക്കുകയുള്ളൂ. പക്ഷേ പെൻഷൻകാർക്ക് സന്തോഷകരമായ ഒരു വാർത്ത കൂടിയുണ്ട്. ഓണത്തോടനുബന്ധിച്ച് 4000 രൂപ 2 ഗഡുവായി 4000 രൂപ ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രഖ്യാപനം പോലും ഔദ്യോഗികമല്ല. പക്ഷേ മുൻകാലങ്ങളെ വെച്ച് നോക്കുമ്പോൾ 4000 രൂപ പെൻഷൻ ലഭിക്കുമെന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഔദ്യോഗിക അറിയിപ്പിനായി നമ്മൾക്ക് ഏവർക്കും കാത്തിരിക്കാം. അതുപോലെ തന്നെ പലരും ചോദിക്കുന്ന കാര്യങ്ങളാണ് മാനദണ്ഡങ്ങൾ എന്തിനാ വീണ്ടും പരിശോധിക്കുന്നു എന്നുള്ള കാര്യം. പെൻഷൻ വാങ്ങുന്നവരെ വീണ്ടും പരിശോധിക്കുന്നത് അതിനൊരു പ്രധാന കാരണമുണ്ട്. സർക്കാർ നൽകുന്ന ക്ഷേമ പെൻഷൻ യഥാർത്ഥ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്കാണ് നൽകുന്നത്. എന്നാൽ വർഷങ്ങളായി ചിലർ അർഹത നഷ്ടപ്പെട്ടിട്ടും പട്ടികയിൽ തുടരുന്നു എന്ന പരാതികൾ പല ഭാഗത്തു നിന്നും ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് സർക്കാർ അർഹരായ ആളുകളെ സംരക്ഷിക്കുകയും അർഹരല്ലാത്തവരെ കണ്ടെത്തുകയും ചെയ്യുന്നതിനായി മാനദണ്ഡങ്ങൾ വീണ്ടും പരിശോധിക്കുന്നത്. ഇത് എല്ലാവരെയും ഒഴിവാക്കാനുള്ള നടപടിയല്ല, അർഹരായവർക്ക് പെൻഷൻ തുടർന്ന് ലഭിക്കണമെന്ന് ഉറപ്പാക്കാനുള്ള നടപടിയാണെന്നാണ് സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇനി വാർദ്ധക്യ പെൻഷന്റെ ഒന്നാമത്തെ മാനദണ്ഡം നോക്കാം. കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കടക്കരുത് എന്നുള്ളതാണ്. ഇതിന്റെ അർത്ഥം അപേക്ഷകന്റെ മാത്രം വരുമാനം നോക്കുന്നതല്ല, കുടുംബത്തിന്റെ മൊത്ത വാർഷിക വരുമാനമാണ് പരിശോധിക്കുന്നത്. അതായത് ഉദാഹരണത്തിന് വീട്ടിൽ മകനോ മകളോ ജോലി ചെയ്ത് നല്ല വരുമാനം ഉണ്ടെങ്കിൽ അതുകൂടെ കണക്കിലെടുക്കും. അതുപോലെ തന്നെ വേറൊരു പ്രത്യേക കാര്യമുണ്ട്, വരുമാന പരിധിയിലുള്ള കാര്യമാണത്. നിലവിൽ കുടുംബ വാർഷിക വരുമാനം ഒരു ലിമിറ്റാണ് 1 ലക്ഷം എന്ന് പറയുന്നത്. എന്നാൽ ഇന്നത്തെ വിലക്കയറ്റ സാഹചര്യത്തിൽ പഴയ വരുമാന പരിധി പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്നാണ് അഭിപ്രായം ഉയരുന്നത്. അതുപോലെ തന്നെ ഈ പരിധി വർദ്ധിപ്പിക്കണമെന്ന നിർദ്ദേശങ്ങൾ സർക്കാരിന്റെ പരിഗണനയിൽ ഉണ്ടെന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അന്തിമ തീരുമാനം സർക്കാർ ഉത്തരവായി വന്നാൽ മാത്രമേ അത് പ്രാബല്യത്തിൽ വരാൻ സാധ്യതയുള്ളൂ. അതുപോലെ തന്നെ രണ്ടാമത്തെ മാനദണ്ഡമാണ് അപേക്ഷകർ ദരിദ്രനായിരിക്കണം എന്നുള്ളത്. സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ അടിസ്ഥാന ലക്ഷ്യം സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവരെ സഹായിക്കുകയാണ്. അതുകൊണ്ട് സാമ്പത്തികമായി നല്ല നിലയിലുള്ളവർക്ക് ഈ പെൻഷൻ ലഭിക്കില്ല. ഇനി മൂന്നാമത്തെ മാനദണ്ഡമാണ് സർവീസ് പെൻഷൻ അല്ലെങ്കിൽ കുടുംബ പെൻഷൻ ലഭിക്കുന്നവർക്ക് സാധാരണയായി അർഹതയില്ല എന്നുള്ളത്. ഉദാഹരണത്തിന് സർക്കാർ ജീവനക്കാരായി വിരമിച്ച് പെൻഷൻ വാങ്ങുന്ന ഒരാൾക്ക് വീണ്ടും സാമൂഹ്യക്ഷേമ പെൻഷൻ അനുവദിക്കില്ല. എന്നാൽ ചില എക്സ്ഗ്രേഷ്യോ കുടുംബ പെൻഷൻകാർക്കും നിർദ്ദിഷ്ട NPS സാഹചര്യങ്ങൾക്കും പ്രത്യേക ഇളവുകൾ നിലവിലുണ്ട്. നാലാമത്തെ കാര്യമാണ് മറ്റൊരാളുടെ സംരക്ഷണത്തിൽ കഴിയുന്നവർക്ക് സാധാരണയായി അർഹത ലഭിക്കില്ല എന്നുള്ളത്. ഉദാഹരണത്തിന് മക്കൾ സാമ്പത്തികമായി പൂർണ്ണമായി സംരക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടാം. എന്നാൽ ഓരോ കേസും ബന്ധപ്പെട്ട അധികാരികളിൽ പ്രത്യേകമായി വിലയിരുത്തും. ഇനി അഞ്ചാമത്തെ മാനദണ്ഡമാണ് ആദായ നികുതി അടയ്ക്കുന്ന വ്യക്തിയാകരുത് എന്നുള്ളത്. ഇൻകം ടാക്സ് അടയ്ക്കുന്ന വ്യക്തിയെ സാമ്പത്തികമായി പിന്നോക്കരായി കണക്കാക്കാനാവില്ല എന്നതാണ് ഇതിന്റെ അടിസ്ഥാന തത്വം. ആറാമത്തെ മാനദണ്ഡമാണ് വികലാംഗ പെൻഷൻ ഒഴികെ മറ്റൊരു സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് സാധാരണയായി വീണ്ടും അപേക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഒരാൾക്ക് ഒരേ സമയം ഒന്നിലധികം സാമൂഹ്യക്ഷേമ പെൻഷനുകൾ ലഭിക്കാതിരിക്കാനാണ് ഈ വ്യവസ്ഥ. അതായത് വികലാംഗ പെൻഷൻകാർക്ക് ഒക്കെയാണ്, മറ്റുള്ളവർക്ക് അത് സാധിക്കില്ല എന്നുള്ളതാണ്. ഇനി ഏഴാമത്തെ മാനദണ്ഡം 2 ഏക്കറിൽ കൂടുതൽ ഭൂമി സ്വന്തമായി ഉണ്ടായിരിക്കരുത് എന്നുള്ളതാണ്. ഇവിടെ പട്ടിക വിഭാഗത്തിന് ചില പ്രത്യേക ഇളവുകൾ നിലവിലുണ്ട്.
മറ്റുള്ളവരുടെ കാര്യത്തിൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം പ്രധാനമായി പരിശോധിക്കപ്പെടും. എട്ടാമത്തെ മാനദണ്ഡമാണ് പതിവായി യാചിക്കുന്ന വ്യക്തിക്ക് ഈ പെൻഷൻ ലഭിക്കില്ല എന്നുള്ളത്. ഇത് നിയമത്തിൽ പ്രത്യേകം ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു വ്യവസ്ഥയും കൂടിയാണ്. ഒൻപതാമത്തെ മാനദണ്ഡമാണ് 1000 cc കൂടുതൽ എഞ്ചിൻ ശേഷിയുള്ള 4 ചക്ര വാഹനം കുടുംബത്തിൽ ഉണ്ടായിരിക്കരുതെന്ന്. ഇവിടെ കുടുംബ ടാക്സിക്ക് ചില പ്രത്യേക പരിഗണനകൾ ഉണ്ട്. അതായത് ടാക്സി ഉണ്ടെങ്കിൽ അവർക്ക് പരിഗണനകൾ ഉണ്ടാവുമെന്നുള്ളതാണ്. എന്നാൽ സ്വകാര്യ ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന വില കൂടിയ വാഹനങ്ങൾ അർഹതയെ ബാധിക്കുമെന്നുള്ളതാണ്. ഇനി 10ാമത്തെ മാനദണ്ഡമാണ് സർക്കാർ നടത്തുന്ന ദരിദ്ര ഭവനത്തിൽ സ്ഥിരതാമസമാക്കിയാൽ പെൻഷൻ അർഹതപ്പെടുമെന്നുള്ളത്. ഈ വ്യവസ്ഥയുടെ ഉദ്ദേശം ഒരേ ആവശ്യത്തിനായി ഒന്നിലധികം ആനുകൂല്യങ്ങൾ ലഭിക്കാതിരിക്കാനാണ്. ഇനി 11ാമത്തെ മാനദണ്ഡമാണ് കേന്ദ്ര സർക്കാരിൽ നിന്നോ മറ്റ് സംസ്ഥാന സർക്കാരുകളിൽ നിന്നോ ശമ്പളമോ പെൻഷനോ ലഭിക്കുന്ന വ്യക്തിയാകരുതെന്നുള്ളത്. ഇത് ഇരട്ട ആനുകൂല്യം ഒഴിവാക്കാനാണ് ഈ ഒരു മാനദണ്ഡം. ഇനി 12ാമത്തെ മാനദണ്ഡമാണ് 60 വയസ്സ് പൂർത്തിയായിരിക്കണം എന്നുള്ളത്. വാർദ്ധക്യ പെൻഷന്റെ ഏറ്റവും പ്രധാന അടിസ്ഥാന യോഗ്യത ഇതാണ്. 60 വയസ്സ് തികയുന്നതിന് മുൻപ് അപേക്ഷിച്ചാൽ അത് അംഗീകരിക്കപ്പെടില്ല. 13ാമത്തെ മാനദണ്ഡം പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് പെൻഷൻ വാങ്ങുന്നവർക്ക് അർഹതയില്ല എന്നുള്ളതാണ്. അതായത് സർക്കാർ സ്ഥാപനങ്ങളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് വിരമിച്ച് പെൻഷൻ വാങ്ങുന്നവർക്ക് വീണ്ടും സാമൂഹിക ക്ഷേമ പെൻഷൻ അനുവദിക്കില്ല. 14ാമത്തെ മാനദണ്ഡം കേരളത്തിൽ തുടർച്ചയായി താമസിച്ചിരിക്കണം എന്നുള്ളതാണ്. കുറഞ്ഞത് 3 വർഷമെങ്കിലും കേരളത്തിൽ സ്ഥിരതാമസമായുള്ള വ്യക്തിയായിരിക്കണം എന്നുള്ളതാണ്. ഇത് രേഖകൾ മുഖേന പരിശോധിക്കപ്പെടും. ഇനി 15ാമത്തെ മാനദണ്ഡം 2 തദ്ദേശ സ്ഥാപനങ്ങളിൽ അപേക്ഷിക്കരുത്. ഒരാൾക്ക് ഒരു പഞ്ചായത്തിലോ ഒരു മുനിസിപ്പാലിറ്റിയിലോ മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. 2 സ്ഥാപനങ്ങളിൽ അപേക്ഷ നൽകിയാൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇനി 16ാമത്തെ മാനദണ്ഡമാണ് സ്ഥിരതാമസമുള്ള തദ്ദേശ സ്ഥാപനത്തിലാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ളതാണ്. മറ്റൊരു പഞ്ചായത്തിൽ പോയി അപേക്ഷ നൽകുന്നത് ശരിയായ നടപടിയല്ല. സ്ഥിരവിലാസമുള്ള സ്ഥലത്താണ് അപേക്ഷിക്കേണ്ടത്. 17ാമത്തെ മാനദണ്ഡം 2000 ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തീർണമുള്ള വീടിന്റെ ഉടമയോ താമസക്കാരനോ ആകരുത് എന്നുള്ളതാണ്. ഇത് ഇപ്പോഴും ഏറ്റവും പ്രധാനമായി പരിശോധിക്കുന്ന മാനദണ്ഡങ്ങളിൽ ഒന്നാണ്. വലിയ വീട് സ്വന്തമായുള്ളവരെ സാമ്പത്തികമായി പിന്നോക്ക വിഭാഗത്തിൽ ഉൾപ്പെടുത്താനാകില്ല എന്നുള്ളതാണ്. ചില ഘട്ടങ്ങളിൽ അവർ ആഡംബര വസ്തുക്കളെല്ലാം നോക്കുന്ന സാഹചര്യമുണ്ട്. ഉദാഹരണത്തിന് AC പോലുള്ള കാര്യങ്ങൾ. പക്ഷേ രോഗികളുടെ കാര്യത്തിൽ ഇളവുണ്ട്. ഇതുവരെ ചില കുടുംബങ്ങളിൽ ചികിത്സാവശ്യത്തിനായി എയർ കണ്ടീഷണർ ഉപയോഗിക്കുന്നതിന്റെ പേരിൽ പോലും പെൻഷൻ സംബന്ധിച്ച് സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഹൃദ്രോഗികൾ, അതുപോലെ ക്യാൻസർ രോഗികൾ, ഗുരുതര ആരോഗ്യ പ്രശ്നമുള്ളവർ എന്നിവർക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം AC ഉപയോഗിക്കേണ്ട സാഹചര്യമുണ്ടാവും. അത്തരം സാഹചര്യങ്ങൾ പ്രത്യേകം പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി പരാതികൾ സർക്കാരിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മെഡിക്കൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സൗകര്യങ്ങളെ അടിസ്ഥാനമാക്കി അർഹത നിക്ഷേപിക്കരുതെന്ന നിലപാടാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. വിധവാ പെൻഷന്റെ കാര്യം. ഈ പദ്ധതി സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിധവകളെ സംരക്ഷിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്ന് നടപ്പാക്കുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ്. ഭർത്താവിന്റെ മരണശേഷം കുടുംബ വരുമാനം കുറഞ്ഞു പോകുന്ന സാഹചര്യത്തിൽ ജീവിത ചെലവുകൾ നിറവേറ്റാൻ സഹായിക്കുന്ന ഒരു പ്രതിമാസ ധനസഹായമാണ് ഈ പെൻഷൻ. എന്നാൽ എല്ലാവർക്കും ഇത് ലഭിക്കില്ല. അതായത് മാനദണ്ഡങ്ങൾ ചുരുക്കത്തിൽ പറഞ്ഞു തരാം. കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കൂടരുത്. അതുപോലെ 2ാമത്തെ മാനദണ്ഡം നിയമപരമായി വിധവയായ സ്ത്രീയായിരിക്കണം. ഭർത്താവിന് 7 വർഷത്തിലേറെയായി കാണാതായ വ്യക്തിയായിരിക്കണം. 50 വയസ്സിന് മുകളിലുള്ള 7 വർഷത്തിലേറെയായി ഉപേക്ഷിക്കപ്പെട്ടതും പുനർവിവാഹം ചെയ്യാത്തതുമായ സ്ത്രീക്കാണ് ഇതിൽ മാനദണ്ഡം 2ൽ പറയുന്നത്. ഇനി 3ാമത്തെ മാനദണ്ഡം സർവീസ് പെൻഷൻ ലഭിക്കുന്നവർക്ക് പെൻഷൻ അർഹതയില്ല എന്നുള്ളതാണ്. അതുപോലെ 4ാമത്തെ കാര്യം പുനർവിവാഹം ചെയ്താൽ എന്ത് സംഭവിക്കുന്നുള്ള കാര്യമാണ് 4ാമത്തേൽ പറയുന്നത്. പലരും ചോദിക്കുന്ന ചോദ്യമാണ്. ഒരു വിധവ പിന്നീട് പുനർവിവാഹം ചെയ്താൽ വിവാഹ പെൻഷന്റെ അടിസ്ഥാന അർഹത അവസാനിക്കുമെന്നുള്ളതാണ്. കാരണം ഈ പദ്ധതി ഭർത്താവിനെ നഷ്ടപ്പെട്ട സ്ത്രീകളുടെ സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കാനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പുനർവിവാഹം നടന്നാൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനത്തെ വിവരം അറിയിക്കേണ്ടത് അനിവാര്യമാണ്. 5ാമത്തെ മാനദണ്ഡം വാർദ്ധക്യ പെൻഷനിൽ പറഞ്ഞ പോലെ തന്നെ ആദായ നികുതി ദാതാവാകരുത് എന്നുള്ളതാണ്. 6ാമത്തെ മാനദണ്ഡം ഒന്നിലധികം സാമൂഹ്യക്ഷേമ പെൻഷൻ ഒരേ സമയം ലഭിക്കില്ല എന്നുള്ളതാണ്. 7ാമത്തെ മാനദണ്ഡം 2 ഏക്കറിൽ കൂടുതൽ ഭൂമി സ്വന്തമായി ഉണ്ടാവരുത്. 8ാമത്തെ മാനദണ്ഡം സാമൂഹിക സുരക്ഷാ സ്ഥാപനങ്ങളിൽ സ്ഥിര താമസക്കാരായാൽ. 9ാമത്തെ കാര്യം 1000 cc കൂടുതൽ എഞ്ചിൻ ശേഷിയുള്ള വാഹനത്തിന്റെ കാര്യം തന്നെയാണ്.
10ാമത്തെ മാനദണ്ഡം മറ്റൊരാളുടെ സംരക്ഷണത്തിലായിരിക്കരുത് എന്നുള്ളതാണ്. 11ാമത്തെ മാനദണ്ഡം കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പെൻഷൻ ലഭിക്കരുത് എന്നുള്ളതാണ്. 12ാമത്തെ മാനദണ്ഡം പതിവായി യാചിക്കുന്ന വ്യക്തി ആകരുത്. അതുപോലെ 13ാമത്തെ മാനദണ്ഡം പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് വിരമിച്ച പെൻഷൻ ലഭിക്കുന്നവർ ആയിരിക്കരുത് എന്നുള്ളതാണ്. ഇത്തരക്കാർക്കും സാമൂഹ്യക്ഷേമ പെൻഷൻ സാധാരണയായി ലഭിക്കില്ല. ഇനി 14ാമത്തെ മാനദണ്ഡം ദരിദ്ര ഭവനത്തിൽ പ്രവേശിച്ചവർക്കാണ്. അതായത് സർക്കാർ സംരക്ഷണ കേന്ദ്രങ്ങളിൽ സ്ഥിരതാമസം ആരംഭിച്ചാൽ ആനുകൂല്യത്തിൽ മാറ്റം വരും. 15ാമത്തെ മാനദണ്ഡം 2 തദ്ദേശ സ്ഥാപനങ്ങളിൽ അപേക്ഷിക്കരുത് എന്നുള്ളതാണ്. 16ാമത്തെ മാനദണ്ഡം സ്ഥിരതാമസ സ്ഥലത്ത് അപേക്ഷ നൽകണം. അതുപോലെ 17ാമത്തെ മാനദണ്ഡം കേരളത്തിൽ തുടർച്ചയായി താമസിച്ചിരിക്കണം. അതായത് 2 വർഷമെങ്കിലും കേരളത്തിൽ സ്ഥിരതാമസമായ വ്യക്തിയായിരിക്കണം. വാർദ്ധക്യ പെൻഷനിൽ 3 വർഷമാണ് പറയുന്നത്. അതുപോലെ തന്നെ 18ാമത്തെ മാനദണ്ഡം പ്രായപരിധി ഇല്ല എന്നുള്ളതാണ്. വാർദ്ധക്യ പെൻഷനിൽ 60 വയസ്സ് നിർബന്ധമാണെങ്കിൽ വിധവാ പെൻഷനിൽ അത്തരമൊരു പൊതുവായ പ്രായപരിധി ഇല്ല. അർഹതയുടെ അടിസ്ഥാന ഘടകം വിധവ എന്ന നിയമപരമായ നിലയും മറ്റ് മാനദണ്ഡങ്ങളുമാണ്. ഇനി 19ാമത്തെ മാനദണ്ഡം സാമ്പത്തികമായി പിന്നോക്കം വിഭാഗത്തിൽപ്പെട്ട ആളായിരിക്കണം എന്നുള്ളതാണ്. ഇനി 20ാമത്തെ മാനദണ്ഡം 2000 ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തീർണമുള്ള വീടിന്റെ ഉടമയോ താമസക്കാരനോ ആകരുത് എന്നുള്ളതാണ്. പ്രിയ സുഹൃത്തുക്കളെ, സാമൂഹ്യക്ഷേമ പെൻഷൻ എന്നത് ഒരു സാമ്പത്തിക സഹായം മാത്രമല്ല, നിരവധി കുടുംബങ്ങളുടെ ജീവിതത്തിന്റെ പ്രധാന ആശ്രയമാണ്. അതുകൊണ്ട് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുകയും ആവശ്യമായ രേഖകൾ സമയബന്ധിതമായി പുതുക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമായ കാര്യമാണ്. അതുപോലെ തന്നെ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട ചില കാര്യമുണ്ട്. സർക്കാർ അറിയിക്കുന്ന സമയത്ത് ബയോമെട്രിക് മസ്റ്ററിംഗ് നിർബന്ധമായി പൂർത്തിയാക്കണം. ഇത് ചെയ്യാത്ത പക്ഷം പെൻഷൻ താൽക്കാലികമായി തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആവശ്യമായ വരുമാന സർട്ടിഫിക്കറ്റ് രേഖകൾ എന്നിവ ആവശ്യപ്പെടുന്ന സമയത്ത് സമർപ്പിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമായ കാര്യമാണ്. മസ്റ്ററിംഗ് തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. വന്ന മുറയ്ക്ക് ഞങ്ങൾ അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.